വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഒരു നേന്ത്രപ്പഴവും അതുപോലെ കുറച്ച് കോൺഫ്ലേക്സ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ചായ തിളക്കുന്ന നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അതുപോലെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് ഒരൊറ്റ നേന്ത്രപ്പഴം കൊണ്ടാണ്. നേന്ത്രപ്പഴം ഇത് കുറച്ച് വലിയ നേന്ത്രപ്പഴം ഇട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വല്ലാണ്ട് പഴുപ്പ് കൂടിയതല്ല, എന്നാലും പഴുത്ത നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇനി കട്ട് ചെയ്തെടുക്കണം. അപ്പം ഈ ഒരു പഴം കൊണ്ട് നമുക്ക് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിപ്പം ഇത് പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ. ഒരെണ്ണം വലുത് തന്നെ എടുക്കണേ. എന്നിട്ട് ഇനി അത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഫിംഗർ ഷേപ്പിലാണ് ഓരോന്നും വേണ്ടത് കേട്ടോ. ഈ ഒരു സ്നാക്ക് ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ പഴംപൊരിയുടെ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവും. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഒരു പഴം കൊണ്ട് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ ആദ്യം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ അത് നീളത്തിൽ ഓരോ ഫിംഗർ ഷേപ്പിലും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ വളരെ തിന്നാക്കിയിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ മാവിൽ മുക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ചെറിയ പീസ് ആവുന്നുള്ളൂ. എന്നാലും കാണാനുള്ളൊരു ഭംഗി ഇങ്ങനെ ഫിംഗർ ഷേപ്പിലായിരിക്കും. പിന്നെ ഈ ഒരു ക്രിസ്പിനെസ് കോൺഫ്ലേക്സ് ചേർക്കുന്നതുകൊണ്ട് ആ ക്രിസ്പിനെസ് കുറേ നേരം നിൽക്കും കേട്ടോ. പെട്ടെന്ന് അങ്ങനെ സോഫ്റ്റായിട്ട് പോകുന്നില്ല. ഇനി ഞാനൊരു ബൗളിൽ കുറച്ച് കോൺഫ്ലേക്സ് എടുക്കുന്നുണ്ട്. കോൺഫ്ലേക്സിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്ര പഴം എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ കോൺഫ്ലേക്സ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ബ്ലെൻഡറിലിട്ടിട്ട് പൊടിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഞാൻ കുറച്ചുകൂടെ കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഏകദേശം 2 കപ്പൊക്കെ വേണ്ടി വരും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇങ്ങനെ പൊടിച്ചാൽ മതിട്ടോ, വല്ലാണ്ട് പൊടിയുണ്ടെന്ന് ആവശ്യമില്ല. ഇനി നമുക്കൊരു ബാറ്റർ വേണം. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ബാറ്റർ തന്നെയാണ്, പക്ഷേ ഒരുപാട് വേണ്ട കേട്ടോ. ബാറ്റർ കുറച്ച് മാത്രം മതി. അപ്പോൾ ഞാൻ ഒരു 3/4 കപ്പോളം അല്ലെങ്കിൽ 1 കപ്പ് എടുത്തോളൂ. 1 കപ്പ് മൈദപ്പൊടിയിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതൊരു 1/4 ടീസ്പൂൺ മതി കേട്ടോ മഞ്ഞൾപ്പൊടി. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ബാറ്റർ പരുവാക്കിയെടുക്കണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഭയങ്കര ലൂസായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയിലോ എടുക്കരുത്. അതിൻ്റെ ഒരു രണ്ടിനും കൂടി ഇടയ്ക്ക് വരുന്നൊരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ശരിക്കും പഴംപൊരിയുടെ ആ ഒരു ബാറ്റർ ഉണ്ടാക്കുന്ന പോലെ ഇതിൽ ബേക്കിംഗ് സോഡയോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ബാറ്ററാണ് വേണ്ടത്. പിന്നെ ഇതിലോട്ട് ചേർക്കുന്ന മധുരം ഉണ്ടായിക്കോട്ടെ കേട്ടോ. കാരണം നമ്മളിതിൻ്റെ മുകളിൽ കോൺഫ്ലേക്സിൻ്റെ കോട്ടിങ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മധുരം ഉണ്ടായിക്കോട്ടെ കേട്ടോ ഈ ഒരു ഇതിൽ ബാറ്ററിൽ. ഇനി നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഈ പഴം എടുത്തിട്ട് ഈ ബാറ്ററിയിൽ ആദ്യം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനായിട്ട് നമ്മളിതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ എടുക്കുന്നത് നല്ലതാണ്, കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത്. എന്നിട്ട് ഈ കോൺഫ്ലേക്സിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഫോർക്ക് കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൈകൊണ്ട് എടുക്കേണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ ആ മാവും ഈ കോൺഫ്ലേക്സൊക്കെ പറ്റി പിടിക്കുക. അപ്പോൾ കുറേ വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഫോർക്ക് കൊണ്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. 2 ബൗളിലും സെപ്പറേറ്റ് ഫോർക്ക് ഇടുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഓരോന്നും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നേരെ ഫ്രൈ ചെയ്യാൻ ഇടുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയ ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം കോട്ടിങ് ഉണ്ടായിക്കോട്ടെ കേട്ടോ. അതുപോലെ മാവ് ഭയങ്കര ലൂസാണെങ്കിൽ നമ്മുടെ കോട്ടിങ് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം മാവിൻ്റെ ഒരു പരുവ് ഞാനിപ്പോൾ കാണിച്ചല്ലോ, ആ ഒരു പരുവത്തിൽ തന്നെ എടുക്കുക. അതുപോലെ നമ്മൾ നല്ലോണം തിന്നാക്കിയിട്ടാണ് ഈ പഴം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാവിലിടുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം തിക്നെസ്സും വേണം കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉടനെ ഫ്രൈ ചെയ്യുന്നില്ലാണെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാം കേട്ടോ, അതിനും കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യുവാണ്. അപ്പോൾ കണ്ടോ, ഓരോ സ്നാക്കും നമ്മളിനി ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടോ, കയ്യിലൊന്നും ഒട്ടി പിടിക്കുകയൊന്നുമില്ല. കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഫ്രൈയിങ് പാനിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പരന്നൊരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല.
പിന്നെ ഇങ്ങനത്തെ സ്നാക്സൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം എണ്ണ ചൂടായിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ സ്നാക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളറ് മാറിപ്പോവും. അപ്പം അകത്ത് വേവില്ല, എന്നാൽ പുറമേ ഭയങ്കര ഡാർക്കായി പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ്. ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, പക്ഷേ ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ സ്നാക്കിൻ്റെ കളറൊക്കെ മാറിയെന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇതുപോലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇതൊക്കെ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. എണ്ണ ചൂടായ ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. പക്ഷേ പിന്നെ നമ്മളൊരു ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട് സ്നാക്ക്. അപ്പോൾ അതേപോലെ തന്നെ ബാക്കി എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആ ഒരു ക്രിസ്പിനെസ് കുറേ നേരം നിൽക്കും. അതുപോലെ അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. നമ്മൾ പഴംപൊരിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അകത്ത്, എന്നാൽ പുറമെ ഒരു ക്രിസ്പിനെസ് വരും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നൊരു സ്നാക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചായ തിളപ്പിക്കാൻ വയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുറമേ ഈ കോൺഫ്ലെക്സ് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു സ്നാക്ക് കാണാൻ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലെക്സ് ഇല്ലയെന്നാണെങ്കിൽ ബ്രെഡിൻ്റെ പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം. പക്ഷേ കോൺഫ്ലെക്സ് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്രിസ്പിനെസ് വരും കേട്ടോ. കണ്ടോ, പുറമേ ഒരു ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടും ആണ് നമ്മുടെ സ്നാക്ക് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാവും. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നോക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.